ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങളായ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാഗവതം ദശമസ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ നാം 30 വരെയുള്ള ശ്ലോകങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഭഗവാൻ അവതരിച്ചു. വസുദേവർ ഭഗവാനെ കൊണ്ട് ഗോകുലത്തിൽ കൊണ്ടുപോയി യശോദയുടെ അടുത്ത് കിടത്തി വിഷ്ണുമായെ തിരിച്ചു കൊണ്ടുവന്നു. കംസൻ മറ്റു കുട്ടികളെ കൊല്ലും പോലെ വിഷ്ണുമായയെ കല്ലിലടിച്ച് കൊല്ലാൻ നോക്കി. ദേവി അഷ്ടഭുജങ്ങളോടുകൂടി ആകാശത്തേക്ക് ഉയർന്ന് കംസനോട് പറഞ്ഞു, അല്ലയോ ദുഷ്ടനായ കംസ, നിന്റെ അന്തകൻ ഞാനല്ല, അന്തകൻ പിറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ട കംസന് ആ ഭഗവത് വചനം അല്ലെങ്കിൽ അശരീരി തെറ്റാണെന്ന് തോന്നുകയും തിരിച്ചു വന്ന് ദേവകിയും വസുദേവരെയും ആശ്വസിപ്പിച്ച് അവരെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് വസുദേവന്റെയും ദേവകിയുടെയും കാലിൽ വീണ് ക്ഷമാപണം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കംസൻ അന്ന് രാത്രി ഉറങ്ങിയതിനു ശേഷം ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം തന്നെ തൻ്റെ അനുചരന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ആ വിഷ്ണുമായ ദേവി പറഞ്ഞ കാര്യം അവരെ അറിയിക്കുന്നു. അപ്പോൾ ദുഷ്ടനായ കംസന് പറ്റിയ പ്രജകൾ തന്നെയാണ്. അവർ പറഞ്ഞു, നമുക്ക് ഇനി വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവര് ഇനി അടുത്ത് പറയുന്നതാണ്, കംസനോട് ആ മന്ത്രിമാര് പറയുന്നതാണ് ഇനിയുള്ള ഭാഗം നമുക്ക് പഠിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുർത്ഥോധ്യായഃ. ശ്ലോകം 31. ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു അനിർദശാൻ നിർദശാംശ്ച ഹനിഷ്യാമോദ്യ വൈശിശൂൻ. പദച്ഛേദം. ഏവം ചേത് തർഹി ഭോജേന്ദ്ര പുര ഗ്രാമ വ്രജ ആദിഷു അനിർദശാൻ നിർദശാൻ ച ഹനിഷ്യാമഃ അദ്യ വൈ ശിശൂൻ. ഇപ്പോ കംസനോട് മന്ത്രിമാര് പറയാണ്, അല്ലയോ ഭോജേന്ദ്ര, അല്ലയോ ഭോജകുലത്തിലെ അധിപതിയായ രാജാവേ, ഭോജരാജാവേ, ഏവം ചേത്തർഹി, ഈ വിധമാണെങ്കിൽ, അതായത് നേരത്തെ തന്നെ നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്നാണല്ലോ ദേവി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? ഏവം ചേത്തർഹി, ഈ വിധമാണെങ്കിൽ, പുരഗ്രാമ വ്രജാദിഷു, പുരങ്ങൾ, പട്ടണങ്ങൾ, ഗ്രാമം, വ്രജം എന്നീ സ്ഥലങ്ങളിലുള്ള അനിർദശാൻ 10 ദിവസം കഴിയാത്തവരും, നിർദശാൻ 10 ദിവസം കഴിഞ്ഞവരും ആയ ശിശൂൻ, ശിശുക്കളെ അദ്യയവ, ഇപ്പോൾ തന്നെ, ഹനിഷ്യാമഹ, ഞങ്ങൾ കൊല്ലുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണോ? അങ്ങയെ കൊല്ലാനുള്ള അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്നാണോ ദേവി പറഞ്ഞത്? എങ്കിലും ഒരു കാര്യം ചെയ്യാം. അടുത്തിടെ ആയിരിക്കുമല്ലോ ജനിച്ചത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. 10 ദിവസം കഴിഞ്ഞവരും 10 ദിവസം കഴിയാത്തവരുമായ ആ കുഞ്ഞുങ്ങളെ, അതായത് ജനിച്ച് 10 ദിവസം കഴിഞ്ഞവരും കഴിയാത്തവരുമായ ആ കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? കൊന്നുകളയാം എന്ന് പറയുകയാണ്. അപ്പൊ കംസനെ പോലെ ക്രൂരന്മാർ തന്നെയാണ് കംസന്റെ ഭൃത്യന്മാരും. യഥാ രാജ തഥാ പ്രജ എന്ന് പറയുമല്ലോ, അതുപോലുള്ള പ്രജകൾ തന്നെയാണ് കംസന്റേത്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു അനിർദശാൻ നിർദശാം ച ഖനിഷ്യാമോദ്യ വൈശിശൂൻ. ശ്ലോകം 32. കിമുദ്യമൈ കരിഷ്യന്തി ദേവാസമരഭീരവഃ
നിത്യം ഉദ്വിഗ്ന മനസോ ജാഘോഷൈർ ധനുഷസ്തവാം. കിമു ഉദ്യമൈഹി കരിഷ്യന്തി ദേവാഹ സമരഭീരവഃ നിത്യം ഉദ്വിഗ്ന മനസഃ ജാഘോഷൈഹി ധനുഷഃ തവ. അന്വയാർത്ഥം നോക്കാം. സമരഭീരവഃ യുദ്ധത്തിൽ പേടിയുള്ള ദേവാഹ ദേവന്മാർ ഉദ്യമൈഹി ഉത്സാഹം കൊണ്ട് തന്നെ കിം കരിഷ്യന്തി അവരെന്തു ചെയ്യും തവ അങ്ങയുടെ ധനുഷഃ വില്ലിന്റെ ജ്യാഘോഷ ഞാണലുകൊണ്ട് നിത്യം എപ്പോഴും ഉദ്വിഗ്നമന ഭീതിപ്പെട്ട മനസ്സോട് കൂടിയവരാണ് ദേവന്മാർ. അപ്പൊ മന്ത്രിമാർ പറയാണ് ദേവന്മാർക്ക് പേടിയാണ്, യുദ്ധം ചെയ്യാൻ പേടിയാണ്, അവരാരുടെയെങ്കിലും ബലം കൊണ്ടാണ് ജയിക്കുന്നത്. അപ്പൊ നമുക്ക് ദേവന്മാരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. അങ്ങയുടെ വില്ലിന്റെ ആ ശബ്ദം കേട്ട ഞാണൊലി കേൾക്കുമ്പോൾ തന്നെ അവര് ഭയന്ന് ഓടിപ്പോകും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ദേവന്മാർ. അപ്പൊ നമ്മള് ഇങ്ങനെ ശിശുവധത്തിനെന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നേക്കാം. ഉത്സാഹിക്കാതിരിക്കുമോ? പക്ഷേ ഉത്സാഹിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താണ്? അവർക്കത്ര ബലമൊന്നുമില്ല. അപ്പോൾ അങ്ങയുടെ വില്ലിന്റെ ഞാണൊലി കേട്ടാൽ തന്നെ അവരങ്ങ് പേടിച്ച് ഓടിപ്പോവും. പിന്നെ നമുക്ക് കാര്യം എളുപ്പമാവും. അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാമെന്ന് മന്ത്രിമാർ ദുഷ്ടനായ കംസനെ, ദുഷ്ടരായ മന്ത്രിമാർ ദുഷ്ടനായ കംസനെ ഉപദേശിക്കുകയാണ്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. കിമുദ്യമൈ കരീഷ്യന്തി ദേവാസമരഭീരവഃ നിത്യം ഉദ്വിഗ്ന മനസോ ജാഘോഷൈർ തനുഷസ്തവാം. അടുത്തത് ശ്ലോകം 33. അസ്യതസ്തേ ശരവ്രാതൈർ ഹന്യമാനാ സമന്തതഃ ജിജീവിഷ ഉത്സൃജ്യ പലായന പരായയുഃ. അസ്യതഃ അങ്ങനെ പ്രക്ഷേപിക്കുന്ന തേ അങ്ങയുടെ ശരവ്രാത. അപ്പൊ അങ്ങ് തൊടുത്തുവിടുന്ന അങ്ങയുടെ ശരവ്രാത ശരസമൂഹങ്ങൾ കൊണ്ട് സമന്തത 4 ഭാഗത്തും ഹന്യമാന ഹനിക്കപ്പെടുന്നവരായിട്ട് കൊല്ലപ്പെടുന്നവരായിട്ട് ജിജീവിഷവഃ ജീവിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരായി ഉത്സൃജ്യ എല്ലാം ഉപേക്ഷിച്ചിട്ട് പലായന പര ഓടുന്നതിൽ താല്പര്യമുള്ളവരായി യയുഹു അവർ ഓടിപ്പോകും. അപ്പൊ ദേവന്മാർ യുദ്ധത്തിന് വന്നാൽ തന്നെ അങ്ങയുടെ ഈ ശരങ്ങൾ തൊടുത്തുവിടുന്നത് കാണുമ്പോൾ തന്നെ അവർ പേടിച്ചു ഓടും. എല്ലാവർക്കും ജീവനിലാണല്ലോ ഭയം. അപ്പൊ ജയത്തെക്കാൾ അവർക്ക് പ്രധാനം എന്താണ്? ജീവനല്ലേ. അതുകൊണ്ട് അങ്ങയുടെ ഞാണൊലി ശബ്ദം കേൾക്കുമ്പോഴും ഈ ശരം തൊടുത്തുവിടുന്ന രീതി കാണുമ്പോഴും ദേവന്മാർ എന്ത് ചെയ്യും? പേടിച്ച് ഓടിക്കൊള്ളും. ഒരു ജീവനും കൊണ്ട് ഓടിപ്പോകും എന്നാണ് കംസന്റെ മന്ത്രിമാർ കംസനോട് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 33. അസ്യതസ്തേ ശരവ്രാതൈർ ഹന്യമാനാ സമന്തതഃ ജിജീവിഷവ ഉത്സൃജ്യ പലായന പരായയുഃ. അടുത്ത ശ്ലോകം 34. കേചിത് പ്രാഞ്ജലയോ ദീനാ നസ്തശസ്ത്രാദിബൗഹസഃ മുക്ത കച്ചശിഖാ കേചിത് ഭീതാസ്മൈതി വാദിനഃ. കേചിത് പ്രാഞ്ജലയഃ ദീനാഃ നസ്തശസ്ത്ര ദിവൗഹസ ദിവൗഹസഃ മുക്ത കച്ച ശിഖാഃ കേചിത് ഭീതാഃ സ്മ ഇതി വാദിനഃ. ദീനാഹ. അപ്പോ അവരെന്ത് ചെയ്യും? ദേവന്മാർ ഓടിപ്പോകുമെന്ന് പറഞ്ഞില്ലേ? അവർക്ക് ആയുധങ്ങൾ ഉപേക്ഷിച്ചാണ് ഓടിപ്പോകുന്നത്. ദീനാഹ ദുഃഖിതന്മാരായും നസ്തശസ്ത്ര ഉപേക്ഷിക്കപ്പെട്ട ആയുധങ്ങളോടുകൂടിയും ഇരിക്കുന്ന കേജിത് ദിവൗഹസ ചില ദേവന്മാർ.
ദിവൗകസ എന്ന് വെച്ചാൽ ആകാശസഞ്ചാരികൾ. അപ്പൊ അവരെന്ത് ചെയ്യും? ജീവനും കൊണ്ട് ഓടയാണ്. അപ്പോ അവരെ ശസ്ത്രമൊന്നും നോക്കൂല, അസ്ത്രശസ്ത്രങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് ഓടിപ്പോവും. അപ്പൊ അതാണ് ദുഃഖിതന്മാരായ അങ്ങയെ കണ്ട് പേടിച്ച് അത് ദേവന്മാരെന്ത് ചെയ്യും? എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഓടിപ്പോവും. അങ്ങനെയുള്ളവർ പ്രാഞ്ചലയക അഞ്ജലിബദ്ധം ചെയ്തവരായി ഭവിച്ചു. അവരങ്ങയെ കൈകൂപ്പി തൊഴുതു. കേജിത് ചിലർ മുക്തകച്ഛശിക അഴിഞ്ഞ തലമുടിയോട് കൂടിയവരായിട്ട് ഭീതാസ്മ ഞങ്ങൾ ഭയപ്പെട്ടവരായി ഇത് എന്ന് വാദിനഹ പറയുന്നവരായി ഭവിച്ചു. അപ്പൊ ചിലർ പറയും, അയ്യോ ഞങ്ങൾക്ക് കംസന്റെ അസ്ത്രശസ്ത്രങ്ങൾ കണ്ട് പേടിയായി പോയി എന്നൊക്കെ ചില ദേവന്മാർ പറയും. അപ്പൊ ദൂരെ ഓടിപ്പോയാൽ പ്രാണനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് അവർ ഓടുന്നത്. അപ്പോൾ ഓടുവാൻ അശക്തരായിട്ട് ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവര് ഓടുന്നത്. ചിലവര് തലയിൽ കൈവച്ച് തൊഴുതുകൊണ്ട് അങ്ങനെ ഇനി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല, കംസന്റെ മുമ്പ് തോറ്റു കഴിഞ്ഞു എന്ന രീതിയിൽ അവർ തലമുടി കെട്ട കഴിഞ്ഞു വീണ് അങ്ങനെ ഓടിപ്പോകുന്നു. ശ്ലോകം 34 ഒന്നുകൂടെ. കേജിത് പ്രാഞ്ചലയോ ദീന നസ്തശസ്ത്രാദിബൗകസഹ മുക്തകച്ഛശിക കേജിത് പീതാസ്മൈതി വാദിനകാം. ശ്ലോകം 35. നത്വം വിസ്മൃതശസ്ത്രാസ്ത്രാൻ വിരതാൻ ഭയസംവൃതാൻ ഹംസ്യന്യാസക്ത വിമുഖാൻ ഭഗ്നചാപാൻ അയുധ്യതഃ. ന ത്വം വിസ്മൃത ശസ്ത്ര അസ്ത്രാൻ വിരഥാൻ ഭയസംവൃതാൻ ഹിംസി അന്യാസക്ത വിമുഖാൻ ഭഗ്നചാപാൻ അയുധ്യതഃ. വിസ്മൃത ശസ്ത്രാസ്ത്രാൻ, ശസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രശക്തി. ചില അസ്ത്രങ്ങൾ തൊടുക്കുമ്പോൾ മന്ത്രശക്തി വേണം. ഉദാഹരണം ബ്രഹ്മാസ്ത്രം, ആഗ്നേയാസ്ത്രം. അപ്പൊ അതൊക്കെ തൊടുക്കുമ്പോൾ എന്താണ്, അതിൽ മന്ത്രം പ്രയോഗിച്ചിട്ട് വേണം അസ്ത്രം തൊടുക്കാൻ. അപ്പൊ അങ്ങനെ മന്ത്രം പ്രയോഗിച്ച് ഉള്ള അസ്ത്രങ്ങളെയും അല്ലാത്ത മറ്റു വിധത്തിലുള്ള അസ്ത്രങ്ങളെയും അവിടെ കൂടിയവരായി വിരഥാൻ, രഥമില്ലാത്തവരായി ഓടിപ്പോയപ്പോൾ രഥമൊക്കെ ഇട്ടിട്ടാണ് അവർ ഓടിപ്പോയത്. ഭയസമൃതാൻ, ഭയപ്പെട്ടവരായി. അന്യാസക്ത വിമുഖാൻ, അന്യരോടുകൂടി ചേർന്നവരും പിന്തിരിഞ്ഞവരുമായി. അവര് ആ ആൾക്കാരുമായിട്ട് ഓട്ടം വെച്ച് ഓട്ടം തുടങ്ങി. ഭഗ്നചാപാൻ, ചാപം മുറിഞ്ഞവരായി. ചിലരുടെ വില്ലൊക്കെ മുറിഞ്ഞുപോയി. അയുധ്യത, യുദ്ധം ചെയ്യാത്തവരായ ദേവന്മാരെ ത്വം അങ്ങ് ന ഹംസി, കൊന്നില്ല. അപ്പൊ ചിലവരുടെയൊക്കെ അസ്ത്രമൊക്കെ അങ്ങ് വീണുപോയി. അപ്പൊ യുദ്ധം ചെയ്യാതെയൊക്കെ നിന്നു. അങ്ങനെയുള്ളവരെ അങ്ങ് ദയവ് കാണിച്ചു, അങ്ങ് അവരെയൊന്നും കൊന്നില്ല. അപ്പൊ അങ്ങയുടെ സമീപത്ത് രക്ഷിക്കണമെന്ന് പറഞ്ഞ് മാപ്പ്, ചിലവർ കൈയൊക്കെ തൊഴുതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നിന്നവരെയൊക്കെ അങ്ങ് ഹിംസിക്കുന്നത്, കൊല്ലുന്നത് ധർമ്മമല്ലെന്ന് വിചാരിച്ച് അവരെയൊന്നും അങ്ങ് കൊന്നില്ല, അവരെയൊക്കെ വിട്ടയച്ചു. അപ്പൊ ഇന്ന് അവര് ജീവിച്ചിരിക്കാൻ കാരണം തന്നെ എന്താണ്? അങ്ങയുടെ ദയ കൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ കഥ എന്നേ കഴിഞ്ഞേനെ. ശ്ലോകം 35 ഒന്നുകൂടെ നോക്കാം. നത്വം വിസ്മൃത ശസ്ത്രാസ്ത്രാൻ വിരഥാൻ ഭയസംവൃതാൻ ഹംസി അന്യാസക്ത വിമുഖാൻ ഭഗ്നചാപാൻ അയുധ്യതഃ. ശ്ലോകം 36. കിം ക്ഷേമശൂരൈർവിബുധൈർ അസംയുഗ വിഗദ്ധനൈഃ രഘോജുഷാ കിം കരുണാ ശംഭുനാ വാവനൗകസ കിം ഇന്ദ്രേണ അല്പവീര്യേണ ബ്രഹ്മണാ വാ തപസ്യതാ. കിം ക്ഷേമശൂരൈഃ വിബുധൈഃ അസംയുഗ വിഗദ്ധനൈഃ രഘോജുഷാ കിം ഹരിണ ശംഭുന വാ വനൗകസ കിം ഇന്ദ്രേണ അല്പവീര്യേണ ബ്രഹ്മണ വാ തപസ്യത. കിം ക്ഷേമശൂരൈഃ, ക്ഷേമത്തിങ്കൽ ശൂരന്മാരും
അസംയുഗ വികഥനൈഹി, യുദ്ധമല്ലാത്തപ്പോൾ പ്രൗഢിവാക്കുകൾ പറയുന്നവരുമായ വിബുധൈഹി, ദേവന്മാരെ കൊണ്ട് കിം എന്ത് ചെയ്യാൻ കഴിയും? യുദ്ധമൊന്നുമില്ലെങ്കിൽ അവര് പൊങ്ങച്ചൊക്കെ പറഞ്ഞ് നടക്കും അല്ലേ? ഞങ്ങൾ യുദ്ധവീരന്മാരുണ്ട്, ഞങ്ങൾ അവരെ ജയിച്ചു ഇവരെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പൊങ്ങച്ച പറഞ്ഞ് നടക്കും. യുദ്ധത്തിൽ വരുമ്പോഴല്ലേ അവരുടെ യഥാർത്ഥ വീര്യം നമ്മൾ അറിയുന്നത്. രഘോജുഷ, ഏകാന്തത്തിലിരിക്കുന്ന കരുണ, വിഷ്ണുവിനാൽ കിം എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ വിഷ്ണു യോഗനിദ്രയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. മനോകസ, കാട്ടിലിരിക്കുന്ന ശംഭുവിനെ എന്ത് ചെയ്യാൻ കഴിയും? കാട്ടിലല്ലേ പരമശിവൻ ഇരിക്കുന്നത്, പരമശിവനിവിടെ എന്ത് ചെയ്യാൻ കഴിയും? എല്ലാവരെയും ആക്ഷേപിക്കുകയാണ്. അല്പവീര്യേണ, വീര്യം കുറഞ്ഞവനായ ഇന്ദ്രേണക്കും, വീര്യം കുറഞ്ഞ ഇന്ദ്രനാണ് എന്ത് ചെയ്യാൻ പറ്റും? തപസ്യത, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മണാക്കും, ബ്രഹ്മാവിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ എല്ലാം ഭൃത്യന്മാർ ആക്ഷേപിക്കുകയാണ്. തപസ് ചെയ്യുന്ന ബ്രഹ്മാവിന് എന്ത് ചെയ്യാൻ പറ്റും? കാട്ടിൽ കിടക്കുന്ന ശംഭുവിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ യോഗനിദ്രയിലായ വിഷ്ണുവിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ദേവന്മാരോ പേടിച്ച് ഓടിപ്പോകുന്നവരാണ്. പിന്നെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, നമ്മൾ തന്നെ ജയിക്കും. കിം ക്ഷേമശൂരൈർ വിബുധൈർ അസംയുഗ വികഥനൈഹി രഘോജുഷാഹിം കരുണ ശംഭുനാവാവനൗകസ കിം ഇന്ദ്രേണാൽപവീര്യേണ ബ്രഹ്മണ വാ തപസ്യതാം. ശ്ലോകം 37. അഥാപി ദേവാസാപജ്ഞാത് നോപേക്ഷ്യ ഇതി മന്മഹേ തതസ്തന്മൂലഖനനേ നിയുങ്ഷ്വ അസ്മാൻ അനുബ്രതാൻ. പദച്ഛേദം. തഥാ അപി ദേവാഹ സപത്ന്യാത് ന ഉപേക്ഷ്യാഹ ഇതി മന്മഹേ തതഃ തന്മൂല ഖനനേ നിയുങ്ക്ഷ അസ്മാൻ അനുവ്രതാൻ. തഥാപി എങ്കിലും ദേവാഹ ദേവന്മാർ സാപജ്ഞാത് ശത്രുക്കളായതിനാൽ ഉപേക്ഷിക്കപ്പെടാൻ യോഗ്യരല്ല. അപ്പോൾ അവര് ഒന്നും എതിർക്കൂല എന്നറിയാം, എങ്കിലും അവർ ശത്രുക്കളാണല്ലോ, അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാതിരിക്കാനൊന്നും പറ്റൂല, അവരെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇത് എന്ന് മന്മഹേ ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ അവർ നമ്മുടെ ശത്രുക്കളാണ്, അവര് നമ്മളോട് അത് എതിർക്കുകയൊന്നുമില്ല എന്ന് വിചാരിച്ച് നമുക്ക് അവരെ ആക്രമിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ശത്രുക്കളെ ഒരിക്കലും അങ്ങനെ ഉപേക്ഷിച്ചുകൂടാ. തേന അതുകൊണ്ട് തതഹ തന്മൂല ഖനനെ അവരുടെ വേര് മുറിച്ചു കളയണം. വേരോടെ അവരെ ദേവന്മാരെ വേരോടെ നമുക്ക് മുറിച്ചു കളയണം. അനുവ്രതാൻ സേവകന്മാരായ അസ്മാൻ ഞങ്ങളെ നിയോഗിച്ചാലും. അപ്പൊ അവരുടെ ദേവന്മാരെ വേരോടെ അറുത്തു മാറ്റണം. അതിന് ഞങ്ങളെ അങ്ങ് അനുവദിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറയുകയാണ്. ശ്ലോകം 37 ഒന്നുകൂടെ വായിക്കാം. തഥാപി ദേവ സാപജ്ഞാത് നോപേക്ഷ ഇതി മന്മഹേ തതസ്തൻ തന്മൂലഖനനേ നിയുങ്ഷ്വാസ്മാൻ അനുവൃതാൻ. ശ്ലോകം 37. തഥാപി ദേവാ സാപജ്ഞാത് നോപേക്ഷ ഇതി മന്മഹേ തതസ്തന്മൂല ഖനനേ നിയുങ്ഷ്വാ അസ്മാൻ അനുവ്രതാൻ. തഥാ അപി ദേവാഹ സാപജ്ഞാത് നഹ ഉപേക്ഷ ന ഉപേക്ഷ ഇതി മന്മഹേ തഥാ തന്മൂല ഖനനേ നിയുങ്ഷ്വ അസ്മാൻ അനുവ്രതാൻ. തഥാ അപി എങ്കിലും ദേവാഹ
ദേവന്മാർ സാപത്ന്യാത് ശത്രുക്കളായതിനാൽ ഉപേക്ഷിക്കപ്പെടാൻ യോഗ്യരല്ല. അപ്പോൾ ദേവന്മാർക്ക് നമ്മെ എതിർക്കാൻ തക്ക ശക്തിയില്ല, എങ്കിലും അവരെ നമുക്കങ്ങനെ വിട്ടുകളയാൻ സാധിക്കുകയില്ല. ഇതി മന്മഹേ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തേന അതുകൊണ്ട് തൻ മൂലഖനനെ അവരുടെ മൂലം മുറിച്ചു കളയാം, അതായത് വേര്, അവരുടെ വേരോടെ നമുക്ക് മുറിച്ചു കളയണം. അനുവ്രതാൻ സേവകന്മാരായ അസ്മാൻ ഞങ്ങളെ നിയോഗിച്ചാൽ. അപ്പൊ ദേവന്മാരെ നമുക്ക് തോൽപ്പിക്കാൻ എളുപ്പമാണ്, അവർക്ക് നമ്മളെ എതിർക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ ശത്രുക്കളാണ്, അവരെ വിട്ടുകളയാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ അതിനുള്ള അംഗീകാരം അല്ലെങ്കിൽ ആജ്ഞ, നിർദ്ദേശം അങ്ങ് തന്നാലും എന്ന് പറയുകയാണ്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. ഈ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ശ്ലോകം 37. തഥാപി ദേവാസാപജ്ഞോപേക്ഷോ ഇതി മന്മഹേ തതസ്തന്മൂലഖനനെ നിയുങ്ശ്വാസ്മാൻ അനുവ്രതാൻ. ശ്ലോകം 38. യഥാ ആമയോ അംഗേ സമുപേക്ഷിതോ നൃപേർ ന ശക്യേതരൂഢപദചികിത്സിതം യഥേന്ദ്രിയഗ്രാമ ഉപേക്ഷിതസ്തഥാ തിപുർമഹാൻ ബദ്ധബലോ ന ചാല്യതേ. യഥാ ആമയഃ അംഗേ സമുപേക്ഷിതഃ നൃഭിഃ ന ശക്യതേ രൂഢപദ ചികിത്സിതും യഥ ഇന്ദ്രിയഗ്രാമ ഉപേക്ഷിതഃ തഥാ രിപുഃ മഹാൻ ബദ്ധബലഃ ന ചാല്യതേ. അംഗേ ശരീരത്തിൽ ആമയഃ രോഗം നൃഭിഃ മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട്, അതായത് ഒരു രോഗം വന്നാൽ നമ്മൾ അതിനെ നിസ്സാരമാക്കി കരുതി അതിന് ചികിത്സിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? രോഗം എന്ത് ചെയ്യും? മൂർച്ഛിക്കും. ഉദാഹരണത്തിന് ഒരു ക്യാൻസർ രോഗം തന്നെ ആദ്യഘട്ടത്തിൽ ചികിത്സിച്ചാൽ പെട്ടെന്ന് ഭേദപ്പെടും, അവസാനമായിപ്പോയാൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ മിക്ക രോഗങ്ങളും. അപ്പൊ അങ്ങനെ ആദ്യഘട്ടത്തിൽ ചികിത്സിക്കാതെ നമ്മൾ വിട്ടാൽ രൂഢപതക അത് വേരുറച്ചിട്ട് ചികിത്സിക്കാനായിക്കൊണ്ട് ശക്യതേത കഴിയാത്തതുപോലെ. അപ്പോ കൂടുതലായിപ്പോയാൽ, അതായത് ആ രോഗത്തിന്റെ വേരുറച്ചു കഴിഞ്ഞാൽ, രോഗം മൂർച്ഛിച്ചാൽ പിന്നെ ചികിത്സ ചെയ്തിട്ടും ഒരു പ്രയോജനവും കിട്ടുകയില്ല. അതുപോലെയാണ് ഇന്ദ്രിയഗ്രാമഃ ഇന്ദ്രിയ സമൂഹം ഉപേക്ഷിത യഥാ ഉപേക്ഷിക്കപ്പെട്ട എന്ന പോലെയും രിപു ശത്രുവും മഹാനായി ബദ്ധബലഃ ഉറപ്പിക്കപ്പെട്ട സൈന്യത്തോടുകൂടി തഥാ അതുപോലെ ന ചാല്യതേ ചലിപ്പിക്കപ്പെടുന്നില്ല. ഇന്ദ്രിയങ്ങൾ ഓരോ വ്യാപാരങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ ഇങ്ങനെ പോയി അവസാനം എന്താണ് സംഭവിക്കുന്നത്? ആ വിഷയങ്ങളിൽ ആസക്തരായി നമ്മൾ നശിക്കും. ഭഗവത്ഗീതയിൽ പഠിക്കുമല്ലോ, ധ്യായതോ വിഷയാൻ പുംസാൻ സംഗസ്തേഷുപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ വിനശ്യതി. അപ്പോ ധ്യായതോ വിഷയാൻ പുംസ. അപ്പൊ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യുന്നു? അതിലൊരു സംഘം ഉണ്ടാകുന്നു. അപ്പൊ സംഘം ഉണ്ടാകുമ്പോഴോ അത് കിട്ടിയില്ലെങ്കിൽ അതിലൊരു കാമം ഉണ്ടാകും, ആഗ്രഹം ഉണ്ടാകും. കിട്ടിയില്ലെങ്കിലോ ക്രോധോഭിജായത ക്രോധമുണ്ടാകും. ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം ഉണ്ടായിക്കഴിഞ്ഞാലോ പിന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നൊന്നും അറിഞ്ഞൂടാ, തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിക്കും. അങ്ങനെ ബുദ്ധിയും നശിച്ച് അവസാനം എന്ത് ചെയ്യും? നാശം സംഭവിക്കും. അപ്പൊ അങ്ങനെ ഇന്ദ്രിയഗ്രാമത്തിൽ ആസക്തിയായാൽ, ഇന്ദ്രിയങ്ങൾ ആസക്തരായാൽ നാശമായിരിക്കും ഫലമുണ്ടാകുന്നത്. അതുപോലെ ശത്രു നിസാരനാണെങ്കിൽ കൂടിയും ആദ്യമേ അവനെ നശിപ്പിക്കണം.
നശിപ്പിച്ചില്ലെങ്കിലോ പിന്നീട് അവൻ ആ ബലം സംഭരിച്ച് അവസാനം എന്ത് ചെയ്യും? നമ്മെ തോൽപ്പിക്കും. അപ്പൊ നമുക്കതിനെ എതിർക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ആ ദേവന്മാരെ നമ്മൾ നശിപ്പിക്കുക തന്നെ വേണം. ശ്ലോകം 38. യഥാമയോ അംഗേ സമുപേക്ഷിതോ നൃഭിർ ന ശക്യതേ രൂഢപദചികിത്സിതം യഥേന്ദ്രിയ ഗ്രാമ ഉപേക്ഷിതസ്തഥാ രിപുർമഹാൻ ബദ്ധ ബലോ ന ചാല്യതേ. അടുത്ത ശ്ലോകം 40. തസ്മാ സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്സിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോ ഹവിർദുഃഖാഃ. ഇനി അതിന്റെ പദച്ഛേദം നോക്കാം. തെറ്റിപ്പോയി. ശ്ലോകം 39 പറഞ്ഞില്ല, 38 നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. 38 യഥാമയോ. അടുത്ത 39. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മ സനാതനഃ തസ്യ ച ബ്രഹ്മ വോ വിപ്ര തപസോ യജ്ഞ സദക്ഷിണാഃ. പദച്ഛേദം. മൂലം ഹി വിഷ്ണുഃ ദേവാനാം യത്ര ധർമ്മഃ സനാതനഃ തസ്യ ച ബ്രഹ്മ ഗോ വിപ്രാഃ തപോ യജ്ഞാഃ സദക്ഷിണാഃ. ദേവന്മാരുടെ മൂലം പേര് വിഷ്ണു ആകുന്നു. അപ്പൊ ദേവന്മാരെ വേരോടെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ വേര് ആരാണ്? വിഷ്ണുവാകുന്നു. നിശ്ചയം തന്നെയാണ്. സനാതനഃ എന്നെന്നും നിലനിൽക്കുന്ന ധർമ്മം എത്ര ഏതൊരിടത്തോ തസ്യച്ച അതിൻ്റെയും ബ്രഹ്മ ഗോ വിപ്ര വേദം. ബ്രഹ്മ എന്ന് പറഞ്ഞ ഇവിടെ വേദം ഗോ പശു ബ്രാഹ്മണൻ സദക്ഷിണ ദക്ഷിണകളോടുകൂടിയ തപോ യജ്ഞം തപസ് യജ്ഞ മുതലായവയെല്ലാം ധർമ്മത്തിന്റെ ഉപാധികളാകുന്നു. അപ്പോ ധർമ്മം എവിടെയുണ്ടോ അവിടെ എന്താണ്? പശുക്കളെ ആരാധിക്കും, ബ്രാഹ്മണരെ, വേദങ്ങളെ, പശുക്കളെ, എല്ലാവരെയും. തപസ് യജ്ഞം മുതലായവയും എല്ലാം എന്തിൽ പെടുന്നു? ധർമ്മത്തിന്റെ ഉപായങ്ങളിൽ പെടുന്നു. അപ്പൊ ധർമ്മത്തിന്റെ മൂലം എന്ന് പറയുന്നത് വേദമാണ്. വേദം ധർമ്മത്തിന്റെ സ്വരൂപമാണ്. ഇപ്പൊ വേദത്തിലാണ് പറയുന്നത് ഇന്ന വിധം നാം ജീവിക്കണം, ഇന്ന വിധം ചെയ്യണം എന്നെല്ലാം വേദത്തിൽ പറയും. പിന്നെ അതിനാവശ്യമായ യാഗങ്ങൾ നടത്തി സ്വർഗാദി ലോകങ്ങൾ കിട്ടണമെങ്കിൽ യാഗങ്ങൾ നടത്തണം, ഇന്നതൊക്കെ നടത്തണം. അപ്പൊ അതിനെന്ത് വേണം? നെയ്യ്, പാല്, തൈര് മുതലായ സാധനങ്ങൾ വേണം. അതൊക്കെ തരുന്നതാരാണ്? പശുക്കൾ. അപ്പോ പശുക്കളെ നമ്മൾ പൂജിക്കുക. പിന്നെ വേദാർത്ഥങ്ങൾ അറിഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്ന ആരാണ്? ബ്രാഹ്മണരാണ്. അപ്പൊ ബ്രാഹ്മണരാണ് വേദങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ സ്വധർമ്മ ആചരണത്തിന് തപസ്സും പിന്നെ കാമ്യകർമാനുഷ്ഠാനത്തിന് യജ്ഞങ്ങളും വേണം. ഇതെല്ലാം ധർമ്മത്തിന്റെ ഉപായങ്ങളാകുന്നു. അപ്പൊ ഈ ധർമ്മത്തിന്റെ ഉപായങ്ങൾ ഇത് ആരിലാണ് നിലനിൽക്കുന്നത്? എന്നെന്നും നിലനിൽക്കുന്നത് വിഷ്ണുവിലാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മൂലകാരണം ആരാണ്? വിഷ്ണുവാണ്. എന്നെന്നും നിലനിൽക്കുന്നതാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ ഉപായങ്ങളായ ഇവരെയെല്ലാം നശിപ്പിക്കണം. മൂലകാരണമായ വിഷ്ണുവിനെയും പശുക്കളെയും ബ്രാഹ്മണരെയും വേദങ്ങളെയും എല്ലാം നശിപ്പിക്കണം. ശ്ലോകം 39. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മ സനാതനഃ തസ്യ ച ബ്രഹ്മ ഗോ വിപ്രാസ് തപസോ യജ്ഞ സദക്ഷിണാഃ. ശ്ലോകം 40. തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്സിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോഹവിർദുഃഖാഃ. തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്സിനഃ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോ ഹവിഹി ദുഃഖാഃ. തസ്മാത് അതുകൊണ്ട് സർവാത്മന എല്ലാവിധ യത്നം കൊണ്ടും രാജൻ ഹേ രാജാവേ
ബ്രഹ്മവാദിന വേദം ഉപദേശിക്കുന്ന ബ്രാഹ്മണാൻ ബ്രാഹ്മണരെയും തപസ്സിനഹ തപസ്സികളെയും യജ്ഞശീലാൻ യാഗാദികൾ അനുഷ്ഠിക്കുന്നവരെയും കവിർദുഃഖ ഹവിസുകളെ കറക്കുന്ന ഗാഹ പശുക്കളെയും കന്മ ഞങ്ങൾ ഹനിക്കും കൊല്ലും. അപ്പൊ അതുകൊണ്ട് ധർമ്മത്തിന്റെ ഉപായങ്ങളായ ബ്രാഹ്മണരെയും പശുക്കളെയും യജ്ഞം നടത്തുന്നവരെയും എല്ലാവരെയും ഞങ്ങൾ വധിക്കുന്നതാണ്. ശ്ലോകം 40. തസ്മാൻ സർവാത്മനാരാജൻ ബ്രാഹ്മണ ബ്രഹ്മവാദിനഃ തപസ്സിനോ യജ്ഞശീലാൻ ഗാശ്ചകന്മോഹ വിർദുഃഖാഃ. ശ്ലോകം 41. വിപ്രാഗാവശ്ച വേദാശ്ച തപസത്യം ദമശമഃ ശ്രദ്ധാ ദയാ തിതിക്ഷാ ച ക്രതവശ്ച ഹരേസ്തനുഃ. വിപ്രാഹ ഗാവഃ ച വേദാഃ ച തപസ് തപഃ സത്യം ദമഃ ശമഃ ശ്രദ്ധ ദയ തിതിക്ഷാ ച ക്രതവശ്ച ഹരേഃ തനുഃ. വിപ്ര ബ്രാഹ്മണർ, ഗാവഹ പശുക്കൾ, വേദാഹ വേദങ്ങൾ, തപഃ ധർമാനുഷ്ഠാനം, സത്യ യഥാർത്ഥ ഭാഷണം, ദമഃ ഇന്ദ്രിയ നിഗ്രഹം, ശമഃ മനോനിഗ്രഹം, ശ്രദ്ധ വിശ്വാസം, ദയ കരുണ, തിതിക്ഷ സഹനശക്തി, കൃതവ യാഗങ്ങൾ, ഹരേഹ ഹരിയുടെ, തനുഹു ശരീരങ്ങൾ തന്നെയാണ്. അപ്പൊ ബ്രാഹ്മണർ, പശുക്കൾ, വേദങ്ങൾ, സ്വധർമാചരണം, സത്യവചനം, ബാഹ്യേന്ദ്രിയ നിഗ്രഹണം, അതാണ് ശമവും ദമവും എന്ന് പറയുന്നത്. ദമം ശമ, ഇന്ദ്രിയ നിഗ്രഹവും മനോനിഗ്രഹവും. യാഗങ്ങൾ, പിന്നെ തിതിക്ഷ എന്ന് വെച്ചാൽ സഹനശക്തി, സുഖങ്ങളെയും ദുഃഖങ്ങളെയും സഹിക്കുന്നതാണ് ക്ഷമ എന്ന് പറയുന്നത്. യാഗങ്ങൾ ഇവ എന്താണ്? മഹാവിഷ്ണുവിന്റെ ശരീരങ്ങളാണ്. അപ്പൊ ഇവയൊക്കെ നശിപ്പിച്ചാൽ മഹാവിഷ്ണുവിനെ നശിപ്പിക്കാം. ദേവന്മാരുടെ മൂലകാരണം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്റെ ശരീരമാണ് ഈ ബ്രാഹ്മണർ, പശുക്കള്, യാഗങ്ങള്, ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് മഹാവിഷ്ണുവിന്റെ ശരീരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവയെല്ലാം നശിപ്പിക്കണം. വിപ്രാഗാവശ്ച വേദാശ്ച തപസത്യം ദമശമഃ ശ്രദ്ധാ ദയാ തിതിക്ഷാ ച ക്രതവശ്ച ഹരേസ്തനുഃ. ശ്ലോകം 42. സഹി സർവസുരാധ്യക്ഷോ ഹ്യസുരദിട് മുഖാശയഃ തന്മൂലാ ദേവതാ സർവ സേശ്വരാ സചതുർമുഖാഃ അയം വൈ തദ്വതോപായോ യദൃഷീണാം വിഹിംസനം. പദച്ഛേദം. സഹ ഹി സർവസുരാ അധ്യക്ഷഃ ഹി അസുരദിട് ഉപാശയഃ തന്മൂല ദേവതാഃ സർവാഃ സ ഈശ്വരാഃ സ ചതുർമുഖാഃ അയം വൈ തത് പഥോപായഃ യത് ഋഷീണാം വിഹിംസനം. ഹി യാതൊന്നുകൊണ്ട് സഹാഹി അവൻ തന്നെ, അതായത് ആ വിഷ്ണു തന്നെ, അസുരദിൻ അസുരന്മാരെ ദ്രോഹിക്കുന്നവരും. അപ്പൊ ഈ വിഷ്ണു ആരാണ്? അസുരന്മാരെ ദ്രോഹിക്കുന്നവനാണ്, ദേവന്മാർക്ക് ഹിതം ചെയ്യുന്നവനാണ്. സർവസുരാധ്യക്ഷ സകല ദേവാധിപതിയാണ്, ദേവന്മാരുടെ എല്ലാം പതിയാണ്. സേ ഈശ്വര സഹിതന്മാരും സ ചതുർമുഖ ബ്രഹ്മാവിനോട് കൂടിയവരുമായ സർവാ ദേവതാഹ എല്ലാ ദേവതകളും തന്മൂല അവനാകുന്ന ആദി കാരണത്തോടു കൂടിയവനാണ്. അപ്പൊ വിഷ്ണുവാകുന്ന ആദി കാരണത്തോടു കൂടിയവനാണ് ബ്രഹ്മാവും സകല ദേവന്മാരും. ഗുഹാശയ സർവ അന്തര്യാമിയായി ഋഷികളുടെ വിഹിംസന വധം യാതൊന്നോ തത് വധോപായേ അവന്റെ വധോപായം അയം വൈ ഇത് തന്നെയാണ്. അപ്പോ ദേവന്മാരെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഈ വിഷ്ണുവിനെയും വിഷ്ണുവിന്റെ ശരീരമായിരിക്കുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുക എന്ന് തന്നെയാണ്. സഹി സർവസുരാധ്യക്ഷോ യസുരാട് ഗുഹാശയ തന്മൂല ദേവതാ സർവ
സേശരാ ചതുർമുഖ അയം വൈ തത്വതോപായോ ഋഷീണാം വിഹിംസനം. അപ്പോ ഋഷികളുടെ വധവും അത്യാവശ്യം തന്നെയാണ്. അപ്പൊ ഋഷികളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ വധത്തിനുള്ള എളുപ്പ ഉപായം തന്നെയാണ്. ശ്ലോകം 43. ഏവം ദുർമന്ത്രിഭി കംസ സഹസമ്മന്ത്ര്യ ദുർമതി ബ്രഹ്മഹിംസാം ഹിതം മേനെ കാലപാശാവൃതോസുരഃ. ഏവം ദുർമന്ത്രിഭിഃ കംസഃ സഹ സമ്മന്ത്ര്യ ദുർമതിഃ ബ്രഹ്മഹിംസാം ഹിതം മേനെ കാലപാശാ വൃതോ അസുരഃ. ദുർമതി ദുർബുദ്ധിയായ കംസഃ കംസൻ ദുർമന്ത്രിഭിഃ ദുഷ്ടന്മാരായ മന്ത്രിമാരോടുകൂടി ഏവം ഇപ്രകാരം സമ്മന്ത്രിയ മന്ത്രിച്ചിട്ട് കാലപാശാവൃത കാലപാശത്താൽ ചുറ്റപ്പെട്ട അസുരഃ അസുരർ ബ്രഹ്മഹിംസാം ബ്രാഹ്മണവധത്തെ ഹിതമായി വിചാരിച്ചു. അപ്പോ ആ കംസന്റെ മന്ത്രിമാരെല്ലാം കംസനോട് കൂടി ആലോചിച്ചിട്ട് ബ്രാഹ്മണവധം ചെയ്യാമെന്ന് ഉറച്ചു. ശ്ലോകം 43. ഏവം ദുർമന്ത്രിഭി കംസ സഹ സമ്മന്ത്രിയ ദുർമതിഃ ബ്രഹ്മഹിംസാം ഹിതം മേനെ കാലപാശാവൃതോസുരഃ. ശ്രീശുകം പറയുന്നതാണ്. ശ്രീശുക ഉവാചയാണ് 43, 44 ഒക്കെ. 44. സന്ദിശ്യ സാധുലോകസ്യ കഥനെ കഥന പ്രിയാൻ കാമരൂപധരാൻ ദിക്ഷു ദാനവാൻ ഗൃഹമാവിശത്. ദിക്കുകളിൽ സന്ദിശ്യ സാധുലോകസ്യ കഥനെ കഥന പ്രിയാൻ കാമരൂപധരാൻ ദിക്ഷു ദാനവാൻ ഗൃഹം ആവിശത്. ദിക്കുകളിൽ സാധുലോകസ്യ സജ്ജനങ്ങളുടെ കഥനെ പീഡനത്തിൽ കഥനപ്രിയാൻ ഉപദ്രവിക്കുന്നവരിൽ പ്രിയമുള്ളവരും കാമരൂപധരാൻ യഥേഷ്ടം വേഷമാറി ധരിക്കാൻ കഴിയുന്നവരുമായ ദാനവാൻ അസുരന്മാരെ സന്ദിശ്യ ആജ്ഞാപിച്ചിട്ട് ഗൃഹം ഭവനത്തെ ആവിശത് പ്രവേശിച്ചു. അപ്പോ ഇവരുടെ അനുചരന്മാർക്ക് കംസന്റെ അനുചരന്മാർക്ക് ഉള്ള അതേ സ്വഭാവം തന്നെയാണല്ലോ കംസനും. അപ്പോൾ അനുചരന്മാർ പറഞ്ഞതെല്ലാം കംസൻ ശരിവെച്ചിട്ട് അവർ പറഞ്ഞതുപോലെ ബ്രാഹ്മണരെയും പശുക്കളെയും എല്ലാവരെയും നശിപ്പിക്കാനുള്ള ആജ്ഞ കൊടുത്തു. അപ്പൊ ഇവർക്ക് അതിനുള്ള ഉത്സാഹമുണ്ടെന്ന് കംസന് മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? യാതൊരു ദിക്കിൽ പ്രവേശിച്ച് യാതൊരു കാര്യം ചെയ്യാൻ ഏത് മാതിരി രൂപം ധരിക്കണമോ ആ മാതിരി രൂപം ധരിക്കാൻ അവർക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? സാധുക്കൾ എവിടെ ഇരുന്നാലും അവരെ ഉപദ്രവിക്കാനുള്ള സാമർഥ്യം ഇവർക്ക് ഉണ്ട്, ഈ അസുരന്മാർക്കുണ്ട്. അതുകൊണ്ട് അവര് ദ്രോഹിക്കാൻ തുടങ്ങി. ശ്ലോകം 44. സന്ദിശ്യ സാധുലോകസ്യ കഥനെ കഥനപ്രിയാൻ കാമരൂപധരാൻ ദിക്ഷു ദാനവാൻ ഗൃഹമാവിശത്. ശ്ലോകം 45. തേ വൈരജ പ്രകൃതയാ തമസാമൂഢചേതസഃ സദാം വിദ്വേഷം ആചേരൂർ ആഗത മൃത്യവഃ. തേ വൈ രജഃ പ്രകൃതയഃ തമസാ മൂഢചേതസഃ സദാം വിദ്വേഷം ആചേരുഹു ആരാത് ആഗത മൃത്യവഃ. രജപ്രകൃതയ രജോ ഗുണപ്രകൃതിയുള്ളവരും തമോ ഗുണങ്ങൾ ഉണ്ട് മൂഢചേതസ മന്ദബുദ്ധികള് ആരാ സമീപത്തിൽ ആഗത മൃത്യുവ ആഗമിച്ചിരിക്കുന്ന മൃത്യുവോടുകൂടിയവരുമായ അവർ സദാം സത്തുക്കളുടെ വിദ്വേഷത്തെ ആചരിച്ചു. അപ്പോൾ ഇവര് അസുരന്മാർ കൂടുതലും രജോ ഗുണവും തമോ ഗുണവും ഉള്ളവരാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്ക് മരണം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ദുർബുദ്ധി തോന്നിയത്. അങ്ങനെയുള്ള അസുരന്മാർ സജ്ജനങ്ങളുടെ ഉപദ്രവത്തെ അവർക്ക് കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്തു തുടങ്ങി. ശ്ലോകം 45. തേ വൈരജ പ്രകൃതയാ തമസ മൂഢചേതസാഃ സദാം വിദ്വേഷമാചേരുർ ആരാധാഗത മൃത്യവഃ. ശ്ലോകം 46. ആയുഷ്യം യശോധർമ്മം ലോകാനാശിഷയേവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹതതിക്രമഃ.
ആയുഹു ശ്രിയം യശഃ ധർമ്മം ലോകാൻ ആശിഷ ഏവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസഃ മഹത് അതിക്രമഃ. മഹത് അതിക്രമഃ മഹാന്മാരിൽ ചെയ്യുന്ന ധിക്കാരം. പുംസഃ പുരുഷന്റെ ആയുഹു ആയുസിനെയും ശ്രിയ ധനസമൃദ്ധിയെയും യശഃ കീർത്തിയെയും ധർമ്മം പുണ്യത്തെയും ലോകാൻ ലോകങ്ങളെയും ആശിഷഃ ആഗ്രഹങ്ങളെയും സർവാണി ശ്രേയംസി എല്ലാ ശ്രേയസിനെയും ഇല്ലാതാക്കുന്നു. അപ്പോൾ മഹാന്മാരിൽ നമ്മൾ ദോഷം ചെയ്താൽ നമ്മുടെ ആയുസ് ധനസമൃദ്ധി യശസ് എല്ലാം നശിക്കും, കീർത്തി എല്ലാം നശിക്കുന്നതായിരിക്കും. പിന്നെ പ്രാപിക്കാൻ കഴിയുന്ന സ്വർഗാദി ലോകങ്ങൾ എല്ലാം നശിക്കും. അതിനാൽ അസുരന്മാരായിരിക്കുന്ന ഇവർ തന്നെ ഇവർക്ക് നാശത്തെ ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ്. സജ്ജനങ്ങളെ ദ്രോഹിക്കാൻ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ നാശത്തിനായി ഭവിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സജ്ജന സംഘം മാത്രമേ നടത്താവൂ, ദുർജന സംഘം ഒഴിവാക്കണം. അത് രാമായണത്തില് അയോധ്യാകാന്ഡത്തില് കൈകേയിയും മന്ദരയും തമ്മിലുള്ള ആ ദുർജന സംഘം. കൈകേയി നല്ല സ്ത്രീയായിരുന്നു അല്ലെ, രാമന്റെ അഭിഷേകം കൈകേയി ഇഷ്ടമായിരുന്നു. പക്ഷെ ആ മന്ദരയുടെ ആ ദുർബുദ്ധി, ആ ഉപദേശമാണ് ഈ രാമായണത്തിലെ വഴിത്തിരിവിന് കാരണം. അപ്പൊ ദുർജന സംസർഗമേറ്റം മകലവേ വർജിക്കേണം പ്രയത്നേന സൽപുമാൻ. ദുർജന സംഘം നമ്മൾ എപ്പോഴും വർജിക്കേണ്ടതാണ്. അതാണ് നമുക്ക് ഇതിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ദുർജന സംഘം എന്ന് പറയുന്നത് നമ്മെ നാശത്തിലേക്ക് വഴിതെളിക്കും. അപ്പൊ ഇനിയിപ്പോ ഇവർക്കെല്ലാം നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ സജ്ജന സംസർഗമാണ് നമ്മെ ഈശ്വരനിലേക്ക് നയിക്കുന്നത്. ദുർജനങ്ങൾ തമോ ഗുണക്കാരാണ്. അപ്പൊ അവർക്ക് മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിച്ച് അവരുടെ ദുഃഖം കാണാനാണ് ആഗ്രഹം. അപ്പൊ നമ്മളും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? ഈ ദുർജനങ്ങൾ വന്ന് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ അവരെ ഒഴിവാക്കണം. അവരുമായിട്ട് ഒരടുപ്പത്തിനും പോകരുത്. സജ്ജനങ്ങളുമായിട്ട് സംസാരം ഉണ്ടാകാവൂ. അപ്പൊ നമ്മൾ തമ്മിൽ കാണുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റമല്ല പറയേണ്ടത്, ഭഗവാനെ പറ്റിയാണ് പറയേണ്ടത്. ഒരിക്കലും നമ്മൾ ദുർജനങ്ങളോട് കൂട്ടുകൂടരുത്. എങ്കിലെന്താണ്? നാശമാണ് സംഭവിക്കുന്നത്. എപ്പോഴും നമുക്ക് സജ്ജന സംഘം ഉണ്ടാകണം. ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ശ്ലോകം 46 ഒന്നുകൂടെ വായിച്ചു നിർത്താം. ആയുശ്രീയം യശോധർമ്മം ലോകാനാശിഷയേവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ജന്മപ്രകരണേ കംസോദ്യമ നിരൂപണം നാമ ചതുർത്ഥോധ്യായക സമ്പൂർണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.